വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് വിത്ത് മീ ലിമു. ഇന്ന് നമ്മളുടെ ഇസ്താംബുളിലെ 3rd ഡേ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് കാഴ്ചകളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച ഒരു ഫെറി പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇന്നൊരു ഫെറി റൈഡ് പോവാൻ പോവാണ്. നമ്മളിപ്പം ഇവിടെ നിന്ന് കയറി കെടക്കോയി എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ടാണ് പോണത്. അപ്പോ ഫെറി റൈഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിപ്പോ ഇന്നലെ നടന്ന അത്യാവശ്യം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മളുടെ ഹോട്ടലിൽ നിന്ന് ട്രാമിൽ കയറി ഇവിടെ വന്നു. ഇനി നമുക്ക് ഇവിടത്തെ ഫെറി കയറാം. ഇവിടെ നമുക്ക് നമ്മുടെ ഈ മറ്റേ ഇസ്താംബുൾ ട്രാവൽ കാർഡ് ടാപ്പ് ചെയ്ത് തന്നെയാണ് കേട്ടോ പോണത്. നമ്മൾ ലണ്ടനിൽ ചെയ്യണ പോലെ തന്നെ നമ്മുടെ ഓയിസ്റ്റർ കാർഡ് ടാപ്പ് ചെയ്യില്ല ഇവിടെ പോകുമ്പോഴും, ട്രാമിലും ബസ്സിലും ഒക്കെ. അത് തന്നെയാണ് ഇവിടുത്തെ ഷിപ്പിലും ഫെറിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ നമ്മുടെ ഇസ്താംബുൾ ട്രാവൽ കാർഡ് നമ്മൾ ചാർജ് ചെയ്തത് നമ്മൾ ടാപ്പ് ചെയ്ത് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പോവാം. അങ്ങനെയാണ്. അപ്പൊ നമുക്കുള്ള ഫെറി അവിടെ നിന്ന് ബോട്ട് വരുന്നുണ്ട്, നമുക്ക് കയറാം. നമുക്ക് ഷിപ്പിൽ പോവാം. കം ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ഫെറി കയറാമേ. നമുക്ക് ഇവിടെ ഇസ്താംബുൾ കാർഡ് ഇതാണ്, നമുക്ക് ടാപ്പ് ചെയ്യാം കേട്ടോ. ലിമു ഇവിടെ നിന്നേ വന്ന് കയറിക്കോട്ടോ, മമ്മി ടാപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് പോകാനുള്ള ഷിപ്പ് വരുന്നുണ്ടല്ലോ. ഇനി അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ മുഴുവനും ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാൻ. ചിലപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് കയറ്റവർക്കൊക്കെ ഒന്നിച്ചായിരിക്കും. നമുക്ക് നോക്കാം. ഇത് മറ്റേ ടൂറിസ്റ്റ് ഫെറി അല്ല, ഒരു പബ്ലിക് സർവീസ് ആയിട്ടുള്ള ഫെറിയാണ്. നമ്മൾ ഈ ഇപ്പോൾ കയറിയ സ്റ്റേഷൻ്റെ പേര് എമിനോനു എന്നാണ്. അവിടെ നിന്ന് കടിക്കോയിലേക്ക് പോകുന്നതാണിത്. 15 മിനിറ്റ് കൂടുമ്പം ഫെറി ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടൊന്നും വരില്ല, പെട്ടെന്ന് വരും. ഇത് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഉണ്ടാവും അവിടെ. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഫെറി എടുക്കും, പിന്നെ അടുത്ത ഫെറി വരും. അങ്ങനെയാണ്. സാധാരണക്കാരൊക്കെ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണം. അതായത് ഇവിടുത്തെ ലോക്കൽസൊക്കെ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. അതിനകത്ത് ടൂറിസ്റ്റുകളും ഉണ്ടാവും. ശരിക്കും നമ്മൾ ഈ ബോസ്ഫോറസിൻ്റെ ഈ റിവർ നമ്മൾ ക്രോസ് ചെയ്യണ സമയത്ത്, കടൽ ക്രോസ് ചെയ്യണ സമയത്ത് നമുക്ക് നമ്മൾ ഇന്നലെ പോയ മറ്റേ മോസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കാഴ്ച കണ്ട് പോകാനായിട്ട്. അപ്പോൾ കഴിവതും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞങ്ങളോട് ഇത് ChatGPT നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് കാണാമെന്ന്. നമ്മളപ്പോൾ കടിക്കോയിൽ ഇറങ്ങി. ഇത് ശരിക്കും നമ്മൾ ലണ്ടൻ പോലത്തെ ഒരു സിറ്റിയാണ് കേട്ടോ. നമ്മൾ എമിനോനിൽ നിന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹിസ്റ്ററിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും സിറ്റി എത്തി. ഇവിടെ ഇഷ്ടംപോലെ സ്ട്രീറ്റുകൾ, പല സ്ട്രീറ്റുകളുണ്ട്. എല്ലായിടത്തും സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ്. മെയിൻ റോട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലൊക്കെ ഓരോ സ്ട്രീറ്റ് അങ്ങ് മേലേക്ക് കയറി പോണ രീതിയിലുള്ള സ്ട്രീറ്റ്സാണ്. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഡെസേർട്ട്സിൻ്റെ തന്നെ ഒരു ഏരിയ മൊത്തത്തിലുണ്ട്. പിന്നെ നല്ല ഫ്രഷ് ഫിഷ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്.
സ്ട്രീറ്റിൽ കൂടെ നടക്കാനൊരു പ്രത്യേക വൈബാണ്. ഇതെന്തോ ഒരു മീറ്റ് ഷോപ്പാണ്. എന്നാടിന്റെയും തലയൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവരുടെ ലാംഗ്വേജ് നമുക്കൊട്ട് വായിക്കാനും This is one going to buy this one to go tomorrow. നമ്മളെ ടർക്കി കാണുന്നേക്കാളും കൂടുതൽ ഇവിടെ വന്നിട്ട് ടർക്കിഷ് ഫുഡ് ട്രൈ ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. വാട്ട് ഈസ് ദിസ് ഗെയിം? ഇത് നമ്മള് ഒരുവിധപ്പെട്ട 90s കിഡ്സിന്റെ ഒക്കെ ഫേവറേറ്റ് ആയിരുന്നു ഈ സാധനം, ബ്രിക്ക് ഗെയിം. ഇവിടെ വന്നപ്പോഴാണ് യു ഗോട്ട് ദി യെല്ലോ വൺ. Papa favorite yellow? Yeah. Okay. I like yellow. You like yellow? ഓക്കെ. ഞങ്ങൾ ഇവിടെ ഒരു ടോയ് ഷോപ്പിൽ കയറിയപ്പോ ഈ സാധനം കണ്ടു. അപ്പൊ നമ്മള് ലിമൂൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തു. നമുക്കും കളിക്കാം, ലിമൂനും കളിക്കാം. How was this? Good? You like it? Okay. Now can we eat cake? Yeah. Okay. അപ്പൊ നമ്മൾ ഇവിടത്തെ ഒരു ഡെസേർട്ട് ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഒരു മിൽക്ക് കേക്ക് വാങ്ങി. അപ്പൊ നമുക്കിനി ഇതും കഴിച്ചിട്ട് സ്ട്രീറ്റ് ബാക്കി നടന്ന് കാണാം. ഓക്കെ ഓക്കെ, ലെറ്റ് മീ ഹാവ് ഇറ്റ്. പൂനെവിടെ യമ്മി. ഗുഡ്. മിൽക്ക് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. Wow. ഇത് നല്ല അടിപൊളി ഷോപ്പാട്ടോ. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ടെമൂലൊക്കെ കാണുന്ന അതുപോലെ ഷീനിലൊക്കെ കാണുന്ന ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഞാൻ അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് ഈ കടയിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് കുറേ ആക്സസറീസ്, മാലയും കമ്മലും. പണ്ടൊക്കെ ഈ കമ്മലിനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ എന്താ പറയുക, മാറി മാറി ഇടുന്ന ഒരു ഇതൊക്കെ മാറിയായിരുന്നു. ഇപ്പം ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെയും തുടങ്ങി. എന്നാൽ പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ല് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങണം. കൂട്ടത്തിൽ ഞങ്ങളൊരു കുഞ്ഞ് ബാഗും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു കടിക്കുവല വിശേഷങ്ങൾ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ തിരിച്ച് ചെമ്മനൂരിലെത്തി. ഇനി നമ്മൾക്ക് നമ്മുടെ റൂമിലേക്ക് പോകണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ബൈ.